ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യുന്നവർക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ആമസോണിൽ നോക്കുകയാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ഡിസ്കൗണ്ടിലാണ് സാധനങ്ങൾ, വളരെ പൈസ കുറച്ചിട്ടാണ് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിനവർ പല പേരുകൾ വിളിക്കുന്നുണ്ട്, ബിഗ് ബില്യൺ ഡേയ്സ്, ദിവാലി സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ദിവാലി സെയിൽ എന്ന് പറഞ്ഞ് 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഒരു സെയിൽ വരുന്നുണ്ട്. സോ അതിനൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫ്ലിപ്കാർട്ട് ഒരു സെയിൽ വെച്ചാൽ അപ്പോൾ തന്നെ ആമസോണിൽ ഒരു സെയിൽ വെക്കും. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അപ്പോൾ ഈ മത്സരത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത്തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒരു കാര്യമല്ല, കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കെട്ടിനെ പണി കിട്ടും. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സെയിൽ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക് വൻ വിലക്കുറവിൽ ഓഫർ ഇട്ട് അവർ കൊടുക്കുന്നുണ്ടാവും. സോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കും. അപ്പോൾ നിങ്ങൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഏത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും ഇപ്പം അത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്താം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം മേടിക്കുന്നതെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ രണ്ട് തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഒന്ന് ഫ്ലിപ്കാർട്ട് തന്നെ വെരിഫൈ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ, ഒന്ന് ഫ്ലിപ്കാർട്ട് വെരിഫൈ ഒന്നും ചെയ്തിട്ടില്ല. കുറേ ആൾക്കാർക്ക് ഫ്ലിപ്കാർട്ടിലൂടെ വിൽക്കാൻ പറ്റും, അത്തരം പ്രൊഡക്റ്റുകളുണ്ട്. സോ ഫ്ലിപ്കാർട്ട് വെരിഫൈ ചെയ്ത പ്രൊഡക്റ്റുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ലോഗോയിലോ വാട്ടർമാർക്കിലോ അഷ്വേർഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ ഈ അഷ്വേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുക. ബാക്കിയുള്ള അഷ്വേർഡ് എന്ന് എഴുതാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഫ്ലിപ്കാർട്ട് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ, ഫ്ലിപ്കാർട്ട് ചെക്ക് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു അഷ്വേർഡ് എന്ന് എഴുതിയിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഫ്ലിപ്കാർട്ട് തന്നെ മേടിച്ച് അവർ തന്നെ പ്രൊഡക്റ്റ് എല്ലാം നോക്കി ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് തരുന്ന സാധനങ്ങളാണ്. സോ അഷ്വേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആമസോണിലെ പ്രൊഡക്റ്റിന് നോക്കുകയാണെങ്കിൽ ആമസോണിൽ ഇതുപോലെ രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് ആമസോൺ വെരിഫൈ ചെയ്തതും ആമസോൺ വെരിഫൈ ചെയ്യാത്തതും. ഈ ആമസോൺ വെരിഫൈ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഒക്കെ അടിയിൽ ആമസോൺ പ്രൈം എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഓഫറിൽ മേടിക്കുമ്പോൾ ഈ പ്രൈം ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണോ നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ ആമസോൺ വെരിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണോ നമ്മൾ മേടിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ആ ഒരു പ്രൈമും ലോഗോയും അതുപോലെ തന്നെ അഷ്വേർഡ് ആയിട്ടുള്ള ലോഗോയും കൊടുത്തിട്ടുള്ള പ്രൊഡക്ട്സുകൾ മാത്രം നിങ്ങൾ മേടിക്കുക. പിന്നെ ഈ ഒരു ഓഫർ ഫ്ലിപ്കാർട്ടും ആമസോണും ഏകദേശം ഒരേ ടൈമിൽ തന്നെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് രണ്ട് സൈറ്റുകളിൽ നിന്നും, രണ്ട് ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഏത് ഇതിലാണോ കുറച്ചെങ്കിലും ലാഭമുള്ളത് അതിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള സെയിൽസ് വരുമ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കുമല്ലോ. അപ്പോൾ ക്യാഷ് കൊടുക്കുന്ന മെത്തേഡ് ക്യാഷ് ഓൺ ഡെലിവറി ആക്കി കൊടുക്കുക. മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. ഇനി ക്യാഷ് ഓൺ ഡെലിവറി ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ, ചില കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കോ ചില പ്രൊഡക്റ്റുകൾക്കൊന്നും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കുക. അല്ലാത്ത ബാക്കി ഒരു 90% ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, എല്ലായിടത്തും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. സോ ക്യാഷ് ഓൺ ഡെലിവറിയിൽ മാത്രം സാധനങ്ങൾ മേടിക്കുക. അതിനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ ഒരു സെയിൽ വരുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരു സെക്കൻഡിൽ തന്നെ വിറ്റു പോകും. അപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കുറേ സ്റ്റോക്ക് ഔട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. പഴയ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഓഫറിൽ വില കുറച്ച് തരും. അല്ലെങ്കിൽ ബ്രാൻഡഡ് അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡാമേജ് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളുള്ള കംപ്ലൈൻറ്റുകളുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു സെയിലിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, വളരെ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഉറപ്പ് തന്നെയാണ്, അങ്ങനെ കിട്ടും. ചിലർക്കെങ്കിലും അങ്ങനെ കിട്ടും. വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫോൺ മേടിച്ചു. ഫോണ് ഇങ്ങനെ ഓഫറിൽ മേടിച്ചാണ്, കുറേ ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോണ് പൊട്ടിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കി ബെറ്റിൻ്റെ പണി കിട്ടി. അതിന് ചാർജ് കയറുന്നില്ല, ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ്, മെമ്മറി നിൽക്കുന്നില്ല, കുറേ എന്താ പറയുക കംപ്ലൈൻറ്റ് വന്നു. സോ അവൻ അപ്പം തന്നെ റിട്ടേൺ അയച്ചു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിലേക്ക് കയറാൻ, റീഫണ്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. സോ ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് സംഭവം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡാമേജ് ഉണ്ടോ, ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമില്ല, അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല, പാക്കേജ് ഒന്നും പൊട്ടിയിട്ടില്ല, ലോഗോസും അതുപോലെ തന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വർക്ക് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി മേടിക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല, ക്യാഷ് ഓൺലൈനായിട്ട് പേ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് മേടിച്ചെങ്കിലും അപ്പോൾ തന്നെ എല്ലാം ചെക്ക് ചെയ്യാം. പാക്കറ്റിന് ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. പ്രൊഡക്റ്റിന് നിങ്ങൾ മേടിക്കുന്ന പാക്കേജിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ, എന്തെങ്കിലും സ്റ്റിക്കർ വർക്കോ, എന്തെങ്കിലും പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആപ്ലിക്കേഷനിൽ പോയിട്ട് റിട്ടേൺ അയക്കുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഓഫർ മുതലെടുക്കാൻ വേണ്ടി കുറേ ചെറിയ ആൾക്കാർ, തട്ടിപ്പ് ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഫേക്ക് ലിങ്കുകൾ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റിന് ₹1 അല്ലെങ്കിൽ സൗജന്യമായിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. സോ ആ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതൊക്കെ ഫേക്ക്
ഫേക്ക് ലിങ്കാണ്. ഇനി ഫേക്ക് ലിങ്കാണ് ഒറിജിനൽ ലിങ്കാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താ പറയുക, ഒരിക്കലും ലിങ്കിൽ കൂടെ പോകാണ്ടിരിക്കുക. ആപ്ലിക്കേഷൻ തുറക്കുക, അവരുടെ ആപ്ലിക്കേഷനിലൂടെ മാത്രം എന്താ പറയുക സാധനങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. മറ്റുള്ളവർ തരുന്ന ഫേക്ക് ലിങ്കുകളിൽ കയറി പോകാതിരിക്കുക. അതിലൂടെ പോയിട്ട് സാധനമൊക്കെ നോക്കി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും തട്ടിപ്പ് അല്ലെങ്കിൽ ഹാക്കർമാർക്ക് അവന്മാർക്കൊക്കെ ആയിരിക്കും കിട്ടുക. സോ ലിങ്കുകളിലൂടെ പ്രൊഡക്റ്റ് മേടിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ അഷ്യൂർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കുക, പ്രൈം ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ മേടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് മേടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ തട്ടിപ്പൊന്നും കൂടാതെ ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ